ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സീറ്റിനായുള്ള അവകാശവാദവുമായി ശക്തമായി മുന്നോട്ടു പോകാൻ INL നീക്കം. ഇതുകൂടി ലക്ഷ്യമിട്ട് നാഷണൽ സെക്യുലർ കോൺഫറൻസിനെ പാർട്ടിയിൽ ലയിപ്പിക്കുന്നത് വേഗത്തിലാക്കും. ലയന പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ഇതോടെ മണ്ഡലത്തിൽ തങ്ങൾ നിർണായക സ്വാധീനമുള്ള ഘടകങ്ങളായി മാറിയെന്നാകും ഇടതുമുന്നണിക്ക് മുന്നിൽ INL നേതൃത്വം ഉന്നയിക്കുക. PT റഹീം MLAയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സെക്യുലർ കോൺഫറൻസ് INLൽ ലയിക്കാൻ തീരുമാനിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇടതുമുന്നണിയിൽ തുടക്കമായ സാഹചര്യത്തിൽ ലയനം വേഗത്തിൽ പൂർത്തിയാക്കും. മാർച്ച് 13-ന് ലയന സമ്മേളനം നടത്തും. സ്വതന്ത്ര MLAമാരായ PT റഹീം, കാരാട്ട് റസാഖ് എന്നിവർ ലയനത്തോടെ INLുമായി സഹകരിക്കും. എന്നാൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് MLA ആയ V അബ്ദുറഹ്മാൻ സഹകരിക്കില്ലെന്നാണ് സൂചന. ലയനത്തോടെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കൊടുവള്ളിയിലെയും കുന്നമംഗലത്തെയും MLAമാർ തങ്ങൾക്കൊപ്പമുണ്ടെന്നതും അവകാശവാദങ്ങൾക്ക് കരുത്തുപകരുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INL മത്സരിച്ചതും കോഴിക്കോട് സൗത്തിലാണെന്നതും ചൂണ്ടിക്കാണിക്കാനാവും. ഇടതുമുന്നണിയിൽ പ്രവേശിപ്പിച്ചതോടെ തന്നെ പാർട്ടി കൂടുതൽ ശക്തിപ്പെട്ടുവെന്ന വാദം നേതൃത്വം ഉന്നയിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ INLൽ കടന്നു വരികയാണ്. പാർട്ടി വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം വരുന്ന ആളുകൾ, ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ, നാഷണൽ സെക്യുലർ കോൺഫറൻസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ലയിക്കാൻ പോകുന്നു. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞതിനേക്കാൾ വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഉഭയകക്ഷി ചർച്ചയിൽ INL അവകാശവാദം ഉന്നയിച്ച കോഴിക്കോട്, വയനാട് സീറ്റുകൾ നൽകാനാവില്ലെന്ന് CPM നേതൃത്വം തുടക്കത്തിലെ മറുപടി നൽകിയെന്നാണ് വിവരം. മീഡിയ 1 കോഴിക്കോട്.